ഗോവിന്ദപുരം പുന്നയൂർക്കുളത്ത് വളരെ പ്രസിദ്ധമായ വിഷ്ണു ക്ഷേത്രമാണ്. വളരെ പഴക്കമുള്ളൊരു ക്ഷേത്രമാണ് ഇത്. എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ കുട്ടിക്കാലം മുതൽ തന്നെ എനിക്ക് വളരെയധികം ആത്മബന്ധമുള്ള ഒരു ക്ഷേത്രമാണ്. ഗുരുവായൂർ ക്ഷേത്രം പോലെ തന്നെ ആത്മബന്ധമുള്ളൊരു ക്ഷേത്രമാണ് ഗോവിന്ദപുരം മഹാവിഷ്ണുവിൻ്റെ ക്ഷേത്രം. എൻ്റെ അമ്മമ്മ അവിടെ എന്നെ കുട്ടിക്കാലത്ത് കൊണ്ടുപോയിട്ട് അന്ന് അവിടെ ഒരുപാട് മാറോടും കല്ല് ഇങ്ങനെ ആലിൻ്റെ സൈഡിലായിട്ട് നമ്മുടെ കിഴക്കേ ഗോപുരം ഉണ്ടായിരുന്നു അത്രേ. അത് പണ്ട് ടിപ്പുവിൻ്റെ കാലത്ത് ടിപ്പു പൊളിച്ചിട്ടിട്ടതാണ്. അങ്ങനെ ആ പൊളിച്ചിട്ട കല്ലുകൾ, മാറോട് കല്ലുകൾ അവിടെയൊക്കെ കിടന്നിരുന്നു ആ ഭാഗത്തൊക്കെ. അപ്പോൾ അമ്മമ്മ എന്നോട് പറയും, അത് ഇങ്ങനെ എടുത്തെടുത്ത് കയറ്റി കൂട്ടി വെച്ചിട്ട് ഒരു വീട് പോലെ ഇങ്ങനെ പൊക്കി കല്ല് മീത വെച്ചിട്ടുണ്ടാക്കാൻ പറയും. അപ്പോൾ ഞാൻ അവിടെ ഇരുന്നത് കളിക്കും. അതൊരു കളി പോലെയാണ് ഞാൻ കളിച്ചിരുന്നത്. എന്തിനാണ് അമ്മമ്മ അത് പറഞ്ഞിരുന്നതെന്ന് എനിക്കറിയില്ല അത് ചെയ്യാൻ. അങ്ങനെ കുറേ കാലം കഴിഞ്ഞിട്ട് ഞാൻ മദ്രാസിൽ താമസാക്കിയപ്പോൾ അവിടെ വെച്ചിട്ട് ഒരു പ്രാവശ്യം ഒരു കുന്നിൻ്റെ പുറത്തുള്ള ഒരു നരസിംഹ ക്ഷേത്രത്തിൽ പോയി. അവിടെ പോയപ്പോൾ അവിടെ ഗോപുരത്തിൻ്റെ അടുത്ത് കുറേ കുട്ടികൾ ഇരുന്നിട്ട് ഇങ്ങനെ ഈ കല്ല് ഞാൻ വെച്ച് കളിച്ചിരുന്ന മാതിരി തന്നെ മാറാട് കല്ല് ഇങ്ങനെ ഒന്നിച്ച് വെച്ച് കളിക്കുന്നുണ്ട്. കുറേ മുതിർന്നവരവിടെ നിന്നിട്ട് അവരെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അപ്പോൾ എനിക്കൊരു കൗതുകം തോന്നി, ഞാനും പണ്ടിത് ചെയ്തതാണല്ലോ. അതുകൊണ്ട് ഞാൻ അവിടെ നിന്നിരുന്ന വയസ്സായ ആൾക്കാരോട് ചോദിച്ചു, എന്തിനെങ്ങനെ കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കണമെന്ന് ചോദിച്ചു. അപ്പോൾ അവർ എന്നോട് പറഞ്ഞു, അത് മഹാവിഷ്ണുവിൻ്റെ ക്ഷേത്രത്തിൽ ഇങ്ങനെ കല്ലുകൾ കണ്ടാൽ അതിങ്ങനെ എടുത്തെടുത്ത് മുകളിലേക്ക് കുട്ടികൾ വെച്ചാൽ കുട്ടികൾക്ക് വാഗ്ദേവതയുടെ പ്രസാദം ഉണ്ടാവും, സരസ്വതി പ്രസാദം ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ പിന്നെ അപ്പോഴാണ് ഞാൻ ഓർത്തത്, ശരിയാണല്ലോ, നമ്മൾ കേട്ടിട്ട് നമ്മൾക്ക് പ്രമാണപ്രകാരം വിഷ്ണു ജിഹ്വ സരസ്വതി എന്നാണല്ലോ. വിഷ്ണുവിൻ്റെ നാവാണ് സരസ്വതി. അപ്പം നമുക്ക് വാഗ്ദേവതാ പ്രസാദം കിട്ടാൻ, മഹാവിഷ്ണുവിൻ്റെ പ്രസാദം കിട്ടാനാണ് ഇത് ചെയ്യുന്നത് എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഞാൻ വിചാരിച്ചു, അപ്പോൾ ഒരുപക്ഷെ കൊച്ചമ്മയ്ക്ക്, എൻ്റെ അമ്മമ്മയ്ക്ക് അറിയുമായിരിക്കും, അങ്ങനെ തന്നെ ആയിരിക്കും അവരും എന്നെ കൊണ്ടത് ചെയ്യിച്ചിട്ടുണ്ടാവുക. എന്തായാലും അറിഞ്ഞോ അറിയാതെയോ ചെയ്ത ആ കാര്യം കൊണ്ടാണെങ്കിൽ എനിക്ക് ധാരാളം വിഷ്ണു പ്രസാദം, സരസ്വതി പ്രസാദമൊക്കെ ലഭിച്ചു. ഇപ്പം എനിക്ക് 79-ാം വയസ്സിൽ എനിക്കത് പറയാൻ ധൈര്യപൂർവ്വം പറയാം, ഞാൻ ചെയ്തതെല്ലാം എനിക്കെല്ലാം കിട്ടിയതെല്ലാം ആ ദേവൻ്റെ കടാക്ഷം കൊണ്ട് തന്നെയാണ്. ഗുരുവായൂരപ്പൻ എൻ്റെ ജീവൻ തന്നെ എനിക്ക് തന്നത് ഗുരുവായൂരപ്പനാണ്. സരസ്വതി പ്രസാദം മഹാവിഷ്ണുവിൻ്റെ കൃപ കൊണ്ട് കിട്ടിയതാണ്. അപ്പോൾ ഗോവിന്ദപുരത്തോടുള്ള എനിക്കുള്ള ആത്മബന്ധം അത് ഒരു വാക്കിലൊന്നും പറഞ്ഞാൽ തീരുന്ന കാര്യങ്ങളല്ല. ഇപ്പോൾ രാമദാസിൻ്റെ മകൻ ശ്യാം ശങ്കർ, ആ കുട്ടിയാണ് എന്നെ വിളിച്ച് പറഞ്ഞത്, ഗോവിന്ദപുരത്തിനെ പറ്റിയിട്ട് കുറച്ച് എന്തെങ്കിലും പറയണം. അവിടെ അവരെല്ലാവരും കൂടിയിട്ട് ഒരു ധ്വജപ്രതിഷ്ഠ നടത്താൻ പോകുന്നുണ്ട് ചിങ്ങം 1-ാം തീയതി. അതിന് ഒരു ആശംസ എന്നുള്ള രീതിയിൽ എന്തെങ്കിലും ഗോവിന്ദപുരത്തെ പറ്റി പറയണമെന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഗോവിന്ദപുരത്തെ പറ്റിയിട്ടുള്ള ചരിത്രമായിരിക്കും കുട്ടികൾക്ക് അധികം അറിയാത്തത്. അവിടുത്തെ ആചാരങ്ങളും പൂജകളും അതൊക്കെ വഴിപാടുകളൊക്കെ അവർക്ക് അറിയുന്നുണ്ടാവും. നമ്മുടെ നാട്ടിലെ കുട്ടികൾക്ക് കുറച്ച് അറിവില്ലാത്തത് അവിടുത്തെ ചരിത്രങ്ങളായിരിക്കും. അതുകൊണ്ട് അതെന്തെങ്കിലും കുറച്ച് പറയാം എന്ന് ഞാൻ വിചാരിച്ചു. എന്തായാലും എനിക്ക് ഒരു കാര്യം പറയാനുള്ളത്, ഇങ്ങനൊന്ന് ചെയ്യണം എന്നുള്ള തോന്നൽ കുട്ടികൾക്ക് ഉണ്ടായത് തന്നെ വലിയൊരു ഈശ്വര കടാക്ഷമായിട്ടും ഒരു ഈശ്വരൻ്റെ അനുഗ്രഹമായിട്ടുമാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ശ്യാമിൻ്റെ കൂട്ടുകാർക്കും ഇത് നടത്തുന്ന എല്ലാവർക്കും ഭഗവാന്റെ കാരുണ്യം കിട്ടിയിട്ടുണ്ട്, ഭഗവാന്റെ അനുഗ്രഹം കിട്ടിയിട്ടുണ്ട്. അത് തന്നെ ഏറ്റവും വലിയ ആശംസ. പിന്നെ ഈ വലിയ ചടങ്ങ് വിഘ്നമൊന്നും കൂടാതെ എല്ലാം ഭംഗിയായിട്ട് കഴിയട്ടെ എന്ന് ഭഗവാന്റെ ഒരു പരമഭക്ത എന്നുള്ള നിലയിൽ എൻ്റെ ഒരു ആശീർവാദം, മുതിർന്ന ഒരാൾ എന്നുള്ള നിലയിലുള്ള എൻ്റെ ഒരു ആശീർവാദവും. പിന്നെ ഈ ഗോവിന്ദപുരം ക്ഷേത്രത്തിന് എന്താണ് ഇത്ര പ്രാധാന്യം എന്ന് ചോദിച്ചാൽ, ഇത് വന്നേരി നാടിൻ്റെ ഗ്രാമക്ഷേത്രമാണ്. ഗ്രാമക്ഷേത്രം എന്ന് പറയുമ്പോൾ ഒരു നാടിൻ്റെ, ഒരു ഗ്രാമത്തിൻ്റെ കേന്ദ്രസ്ഥാനീയമായിട്ട് അതിൻ്റെ എല്ലാ ഭാഗധേയങ്ങൾക്കും കാരണമായിട്ടിരിക്കുന്ന ക്ഷേത്രത്തിനെയാണ് ഗ്രാമക്ഷേത്രം എന്ന് വിളിക്കുക. അപ്പോൾ വന്നേരി നാടിൻ്റെ ഗ്രാമക്ഷേത്രമാണ് ഈ ഗോവിന്ദപുരം. അപ്പോൾ അതുകൊണ്ട് എന്തായി വന്നേരി നാട്? ഇപ്പോൾ വന്നേരി നാട് എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ ഇപ്പോൾ എക്സിസ്റ്റ് ചെയ്യുന്നത് ആകെ ഒരു വന്നേരി ഹൈസ്കൂൾ എന്നുള്ള പേരിലും പിന്നെ ഒരു അയ്യപ്പ സേവാ സംഘത്തിൻ്റെ ഒരു ഓർഡറിൽ അതിന് മാത്രമേ ഉള്ളൂ ഈ വാക്ക്, വന്നേരി എന്നുള്ള വാക്ക്. വേറെ എവിടെ ഇല്ല. അപ്പോൾ എന്താണ് ഈ വന്നേരി നാട് എന്നുള്ളത് ആദ്യം കുട്ടികൾക്ക് ഒരു ചെറുതായ ഒരു ചരിത്രബോധം ഉണ്ടാവുന്നത് നല്ലതാണ്. ഈ വന്നേരി നാടിനെ പറ്റിയിട്ട് ഒരുപാട് പുസ്തകങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. പഴയ പുസ്തകങ്ങളിൽ, തമിഴിലും സംസ്കൃതത്തിലും മലയാളത്തിലും ഒക്കെയുള്ള ഒരുപാട് പുസ്തകങ്ങളിൽ വന്നേരി നാടിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അതൊന്നും മുഴുവൻ ഞാനിവിടെ പറയുന്നില്ല, കാരണം അത് ആ ചരിത്ര കാര്യങ്ങളൊക്കെ ചരിത്രത്തിൽ താല്പര്യമുള്ള കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് മാത്രമുള്ളതാണല്ലോ. അപ്പോൾ ഇപ്പോൾ ഞാൻ ഈ ഗോവിന്ദപുരത്തിൻ്റെ ചരിത്രത്തിലേക്ക് അതിനെയൊന്നും അധികം ചേർക്കുന്നില്ല. പക്ഷേ വന്നേരി നാട് എന്ന് പറയുന്നത്
വളരെ പ്രസിദ്ധമായ ഒരു ചരിത്രപരമായി പ്രസിദ്ധമായ ഒന്നായിരുന്നു. അവിടെ എല്ലാവരും അറിയുന്ന ഒരു കാര്യം അവിടുത്തെ ഈ 33 ഭൂദേവന്മാരുടെ അഗ്രഹാരത്തിനെ കുറിച്ചാണ് അല്ലേ. ഈ 33 നമ്പൂതിരിമാരുടെ അഗ്രഹാരങ്ങൾ ഈ ഗോവിന്ദപുരം ക്ഷേത്രത്തിൻ്റെ തെക്കോട്ടും വടക്കോട്ടും, വടക്ക് നിന്ന് ആഴ്വാഞ്ചേരി വര മുതൽ തെക്ക് കപ്പിയൂർ വരെയാണ്. അതുപോലെ കിഴക്കോട്ട് കുന്നത്തൂർ മുതൽ ഇങ്ങനെ പോകും, ചെമ്മണ്ണൂർ വരെയൊക്കെ അങ്ങോട്ട് പോകും. പരൂർ, ആറ്റുപുറം, ചെമ്മണ്ണൂർ, അങ്ങനെ. പടിഞ്ഞാട്ട് അധികമില്ല, കാരണം പിന്നെ കടലാണല്ലോ. പുഴിക്കളേനെ പണ്ടത്തെ പേര് പുഴിക്കോൾ എന്നാണ്. പുഴിക്കോൾ, പിന്നെ കഴിക്കാട്, അങ്ങനെ കുറച്ചേ ഉള്ളൂ. ആ ഭാഗത്തേക്ക് അധികമില്ല, അപ്പോഴേക്കും കടലായല്ലോ. അങ്ങനെ 4 വശത്തേക്കുമായിട്ട് അങ്ങനെയാണ് പണ്ടത്തെ അഗ്രഹാരങ്ങളൊക്കെ നടക്കുന്നത്. 4 വശത്തേക്കുമാണ് ഈ അഗ്രഹാരങ്ങളുടെ സ്ഥാനം. ആ പേരുകളൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെങ്കിലും അത് മുഴുവൻ ഓരോ അഗ്രഹാരത്തിലും, അതായത് ഓരോ നമ്പൂതിരി ഭവനത്തിലും ഓരോ പ്രത്യേക ശാഖയാണ് പഠിപ്പിച്ചിരുന്നത്. അങ്ങനെ 32 ഭൂദേവന്മാരാണ് ആദ്യം ഉണ്ടായിരുന്നത്. ഒരാളും കൂടി പിന്നീട് കൂട്ടി, അത് അവസാനം വന്നത് കാട്ടുമാടലാണ്. കാട്ടുമാടത്തിനെയാണ് 33ാമത്തെ ഭൂദേവനായിട്ട് കൂട്ടിയത്. അത് വടക്ക് നിന്ന് വന്ന ആളാണ്. ബാക്കി എല്ലാവരുമായിട്ട് ഇങ്ങനെ ഒരു 33 ഭൂദേവന്മാരുടെ ഒരു അഗ്രഹാരം. ഇതിൻ്റെ സെൻറ്ററാണ് ഈ ഗോവിന്ദപുരം. ഈ ഗോവിന്ദപുര ക്ഷേത്രത്തിൻ്റെ ഉത്ഭവത്തിന്, ഒരു ക്ഷേത്രത്തിൻ്റെ പഴക്കം നിശ്ചയിക്കുന്നത് എപ്പോഴും ആ വിഗ്രഹത്തിൻ്റെ പഴക്കം വെച്ചിട്ടാണ്, അല്ലാണ്ട് ക്ഷേത്രം ഉണ്ടാക്കിയ പഴക്കം വെച്ചിട്ടല്ല. ക്ഷേത്രം പിന്നീട് ഉണ്ടാവുന്നതാണ്. ആദ്യം ഉണ്ടാവുന്നത് വിഗ്രഹപ്രതിഷ്ഠയാണ്. അപ്പോൾ വിഗ്രഹത്തിൻ്റെ പഴക്കമാണ് ക്ഷേത്രത്തിൻ്റെ പഴക്കം. അതാരും മാറ്റില്ല സാധാരണഗതിയിൽ. അത് മാറ്റിയാൽ അതിൻ്റെ എല്ലാ ഗുണങ്ങളും പോകും. ഇതുവരെ ആ വിഗ്രഹം ഇതുവരെ മാറ്റിയിട്ടില്ല. അതാണ് അതിൻ്റെ പഴക്കം ഒരു ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം. പിന്നെ അതിൻ്റെ ചുറ്റുള്ള സാധനങ്ങളൊക്കെ പല പ്രാവശ്യം പുനരുദ്ധാരണം നടക്കും, പല പ്രാവശ്യം പുതുക്കി പണിയും. അപ്പോൾ അതൊക്കെ അതിൻ്റെ പഴക്കം നിശ്ചയിക്കാൻ അത് ഉപയോഗിക്കില്ല. ഈ പ്രത്യേക പ്രതിഷ്ഠ, ഗോവിന്ദപുരത്തെ പ്രത്യേക പ്രതിഷ്ഠ ചെയ്തിട്ടുള്ളത് യുധിഷ്ഠിരനാണ്. അപ്പോൾ ദ്വാപരയുഗത്തിൻ്റെ അവസാന കാലത്താണല്ലോ മഹാഭാരത കാലം ഉണ്ടായിട്ടുള്ളത്. യുദ്ധമൊക്കെ അവസാന കാലത്തിലാണ്. ആ കാലത്ത് യുധിഷ്ഠിരനാണ്, പാണ്ഡവന്മാരിലെ മൂത്ത ആളായിട്ടുള്ള യുധിഷ്ഠിരനാണ് ഗോവിന്ദപുരത്തെ മഹാവിഷ്ണുവിനെ പ്രതിഷ്ഠിച്ചത്. അദ്ദേഹം പ്രതിഷ്ഠിച്ചിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ, സങ്കല്പത്തിൽ, അദ്ദേഹത്തിൻ്റെ രാജസൂയ സമയത്ത് രാജസൂയം വിഘ്നം കൂടാതെ നടത്താൻ വേണ്ടിയിട്ട് ഭഗവാൻ ചക്രം ഉയർത്തിപ്പിടിച്ചു. ആരെ വധിക്കാൻ? ശിശുപാലനെ വധിക്കാൻ. അങ്ങനെ ചക്രം ഉയർത്തിപ്പിടിച്ച സമയത്ത് ഉള്ള ആ ഭഗവാന്റെ രൂപം ശിശുപാലവധ സമയത്ത്, രാജസൂയ സമയത്ത് ഉണ്ടായ ആ രൂപം മനസ്സിൽ കണ്ടുകൊണ്ടാണ് അത്ര ഇദ്ദേഹം പ്രതിഷ്ഠിച്ചത്. അതായത് ധർമ്മ സംസ്ഥാപനത്തിന് വേണ്ടിയിട്ട് ആ സുദർശന ചക്രം ഉയർത്തിയ രൂപമാണ്. ഈ സുദർശന ചക്രത്തിന് വിഷ്ണുവിൻ്റെ 2 രൂപങ്ങൾക്കാണ് ശൈവ ചൈതന്യമുള്ളത്. ഒന്ന് സുദർശനാണ്, മറ്റൊന്ന് നരസിംഹമാണ്. അത് രണ്ടും പൂർണ്ണമായിട്ട് ശൈവ രൂപങ്ങളാണ്. കാരണം സംഹാരമാണ് അതിൻ്റെ രണ്ടിൻ്റെയും ലക്ഷ്യം. അപ്പോൾ ഈ രൂപമായതുകൊണ്ട് കുറച്ച് ശൈവ സംഹാര ഉള്ള ഒരു സുദർശനം ഉയർത്തിയ സമയമായതുകൊണ്ട് നമ്മുടെ ആ ഉഗ്രമായിട്ടുള്ള ഭാവം ഒന്ന് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോഴും ഒരു ജലദൃഷ്ടി കൊടുക്കും ക്ഷേത്രത്തിന്. അതുകൊണ്ടാണ് പടിഞ്ഞാട്ട് ദർശനമായിട്ടിരിക്കുന്ന മഹാവിഷ്ണുവിൻ്റെ മുമ്പിൽ ഒരു വലിയ ജലാശയം, നല്ല വലിയൊരു ചിറ തന്നെ ഉണ്ടല്ലോ മുമ്പിൽ. ഗോവിന്ദപുരം അമ്പലത്തിലെ അമ്പലക്കുളം ഒരു വലിയ ചിറ തന്നെയാണ്. അതിലേക്ക് ദൃഷ്ടിയായിട്ടാണ് ഇരിക്കുന്നത്. കാരണം ഇങ്ങനത്തെ ഒരു സങ്കല്പത്തോടെ പ്രതിഷ്ഠിച്ചതുകൊണ്ടാണ്. പിന്നെ പൊതുവേ ഈ തെക്കേ മലബാറിൽ കുറേ സ്ഥലങ്ങളിൽ പാണ്ഡവന്മാരോട് ബന്ധപ്പെട്ട നിരവധി ക്ഷേത്രങ്ങളുണ്ട്. പന്നേരി നാട്ടിൽ തന്നെ 5 ക്ഷേത്രം ഈ പാണ്ഡവന്മാർ പ്രതിഷ്ഠിച്ചവയായിട്ടുണ്ട്. അത് കൂടാതെ ഇതിനൊക്കെ മുമ്പ്, ഈ 5 ആൾ പ്രതിഷ്ഠിക്കുന്നതിൻ്റെ മുമ്പ് ഭീമൻ്റെ മകനായിട്ടുള്ള ഘടവൽക്കജൻ പ്രതിഷ്ഠിച്ചൊരു ക്ഷേത്രമുണ്ട്. അതൊരു ശ്രീരാമൻ്റെ ക്ഷേത്രമാണ്. കടവല്ലൂർ അല്ലെങ്കിൽ കടവൽക്കജ ക്ഷോണിയിൽ അദ്ദേഹം പ്രതിഷ്ഠിച്ചതാണ് ആദ്യം പ്രതിഷ്ഠിച്ച ക്ഷേത്രം. അത് രാജസൂയത്തിന് പോണ വഴിക്കാണല്ലോ. അപ്പോൾ ഇതിൻ്റെയും മുമ്പുള്ളതാണത്. അത് കഴിഞ്ഞിട്ടാണ് ഗോവിന്ദപുരം വരുന്നത് യുധിഷ്ഠിരൻ്റെ. പിന്നെ ഭീമൻ്റെ ക്ഷേത്രം കൊളത്താപ്പുള്ളിയിൽ ഒരു നരസിംഹ ക്ഷേത്രമുണ്ട്. കൊളത്താപ്പുള്ളി ഇത് മനക്കാരുടെയാണത്. അത് കാരണം യുദ്ധസമയത്ത് ദുശാസനനെയൊക്കെ വധിക്കുന്ന സമയത്ത് നരസിംഹത്തിനെയാണ് അത്രയും ഭീമൻ മനസ്സിൽ ധ്യാനിച്ചത്. ആ രൂപത്തിലാണ് അദ്ദേഹം അത് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. പിന്നെയുള്ളത് വടക്കേക്കാട് പത്മനാഭപുരം, തിരുവഞ്ചിക്കുളം എന്നൊക്കെ വിളിക്കുന്ന അവിടെ ഒരു പാർത്ഥസാരഥി ക്ഷേത്രമുണ്ട്. അത് അർജുനൻ പ്രതിഷ്ഠിച്ചതാണ്. ഓഫ്കോഴ്സ് യുദ്ധത്തിൽ പാർത്ഥസാരഥിയായിട്ടാണല്ലോ എല്ലാ വിജയവും നേടിത്തന്നത്. അതുകൊണ്ട് പിന്നുള്ളത് ഒന്ന് കടലായി ശ്രീകൃഷ്ണനും പിന്നെ
പള്ളി പള്ളിപ്പുറം ശ്രീകൃഷ്ണൻ. ഇത് രണ്ടും നഗരസഹദേവന്മാർ ഉണ്ണികൃഷ്ണൻ്റെ രൂപത്തിൽ കൃഷ്ണനായിട്ട് തന്നെയാണ് അവർ പ്രതീക്ഷിച്ചിരിക്കുന്നത്. അവരങ്ങനത്തെ രൂപത്തിൽ തന്നെയാണ് മനസ്സിൽ ധ്യാനിച്ച് പ്രതീക്ഷിച്ചത്. ഈ 5 എണ്ണവും അവിടെ തന്നെ ഉണ്ട്, ആ ചുറ്റുവട്ടം തന്നെ ഉണ്ട്. അപ്പോൾ ഇതിൽ ഈ ഗോവിന്ദപുരത്തിന് എന്താണെന്ന് വെച്ചാൽ ഈ ദിവസം ഈ രാജസൂയത്തിലത്തെ സമയത്ത് ഈ സുദർശന ചക്രം ഉയർത്തിയ ദിവസം ഒരു എന്താ ഇപ്പോൾ അറിയാൻ നമ്മുടെ ആവണി അവിട്ടം നാളായിരുന്നു അത്രേ. ആവണി അവിട്ടം നാളായിരുന്നു. അപ്പോൾ അന്ന് ഇങ്ങനെ ഉയർത്തിയ സമയത്ത് ഈ ചക്രം തിരിച്ചു വന്നിരുന്നല്ലോ കയ്യിൽ. ആ സമയത്ത് വിരലൊന്ന് മുറിഞ്ഞു, കൃഷ്ണൻ്റെ വിരൽ ഈ ചക്രം തട്ടി മുറിഞ്ഞു, അതിൻ്റെ അരം തൊട്ടിയിട്ട്. അപ്പോൾ ചോര വന്നപ്പോൾ എല്ലാവരും എന്താ ചെയ്യുക, പെട്ടെന്ന് ഇത് മാറ്റാൻ ഇതിൻ്റെ ചോര ഒന്ന് ഒപ്പിക്കൊടുക്കാൻ വേണ്ടിയിട്ട് ഓരോരുത്തർ വസ്ത്രം എടുക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടിയപ്പോൾ അന്ന് പാഞ്ചാലി ഏറ്റവും മനോഹരമായിട്ടുള്ള ഏറ്റവും വില കൂടിയ പട്ടുസാരി ഉടുത്തിട്ടാണ് രാജസൂയത്തിന് വന്നിരുന്നത്. ആ തുണി ഒട്ടും വിഷമിക്കാതെ പെട്ടെന്ന് ഇങ്ങോട്ട് കീറിയെടുത്തിട്ട് അതുകൊണ്ട് വിരലിൻ്റെ മുകളിൽ ചുറ്റി കെട്ടിയിട്ട് ആ ബ്ലഡ് നിർത്തി കൊടുത്തു പാഞ്ചാലി. അപ്പോൾ ഭഗവാന് ഭയങ്കര സന്തോഷമായി. ആ ആത്മസമർപ്പണത്തോടു കൂടിയുള്ള ആ ഭക്തയുടെ ഒരു പ്രവൃത്തി വളരെ സന്തോഷമായി ഭഗവാന്. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, നീ എൻ്റെ സഹോദരിയാണ്, എൻ്റെ ജ്യേഷ്ഠൻ്റെ കയ്യിൽ നിന്ന് ഒരു തുള്ളി ബ്ലഡ് താഴെ വീഴാതെ സംരക്ഷിച്ച ദിവസമല്ലേ. അപ്പോൾ എനിക്ക് എൻ്റെ കടമ, അതിനുള്ള എൻ്റെ കടമ എന്താ വെച്ചാൽ എൻ്റെ സഹോദരിയായ നിന്നെയും നിൻ്റെ കുടുംബത്തിനെയും ഉള്ള കാലം വരെ ഞാൻ പ്രൊട്ടക്റ്റ് ചെയ്യും, അതാണ് നിനക്ക് ഞാൻ തരുന്ന പ്രതിജ്ഞ എന്ന് പറഞ്ഞു. ഇതിൻ്റെ പ്രതീകമായിട്ടാണ് നമ്മൾ രക്ഷാബന്ധൻ ചെയ്യുന്നത്. രക്ഷാബന്ധൻ, ഒരു സ്ത്രീ തൻ്റെ സഹോദരൻ്റെ കയ്യിൽ രക്ഷാബന്ധൻ കെട്ടിക്കഴിഞ്ഞാൽ ആ സഹോദരൻ ഈ സഹോദരിയെയും സഹോദരിയുടെ ഫാമിലിയെയും പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളത് മാട്രിലീനിയർ അല്ലെങ്കിൽ മാതൃദായക്കാരുടെ എല്ലാവരുടെയും ഒരു പ്രത്യേക സ്വഭാവമാണ്. ഇത് ഇന്ത്യയിൽ മുഴുവനും ഉള്ള ഇത് തുടങ്ങാൻ കാരണം ഈ ഒരു സംഭവമാണ്. പാഞ്ചാലിയുടെ ഈ സാരി കീറിയിട്ട് ഭഗവാനെ കയ്യിൽ കെട്ടിക്കൊടുത്ത കാരണമാണ്. ഇതേപോലെ തന്നെ ഇതേ കാരണം കൊണ്ട് തന്നെയാണ് ഭഗവാൻ ജനിച്ചത്. എന്തിനാ? ഭക്തന്മാർക്ക് മാത്രം രക്ഷ നൽകാനല്ല, ധർമ്മത്തിന് സംരക്ഷണം നൽകാൻ. അതുപോലെ ജ്ഞാന സംരക്ഷണത്തിന്, ജ്ഞാനം എന്നും വേദം ജ്ഞാനമൊക്കെ നിലനിർത്താനായിട്ടാണ്. ആ ജ്ഞാന സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ഉള്ളൊരു അഗ്രഹാരം ഉണ്ടായപ്പോൾ അവിടെ ഉള്ള നമ്പൂതിരിമാരൊക്കെ ഓരോ ആവണി ഔട്ടത്തിനും ഈ പൂണൂല് മാറ്റുക എന്നുള്ള കാരണം, പൂണൂലിടുന്നത് ജ്ഞാനം സംരക്ഷിക്കാനാണ്. പൂണൂലിടുക എന്ന് പറയുമ്പോൾ എല്ലാവരും ബ്രാഹ്മണന്മാർ മാത്രമല്ല പൂണൂലിടുക, ക്ഷത്രിയരും ബ്രാഹ്മണരും വൈശ്യരും ഒക്കെ പൂണൂലിടും. ഇവൻ ആശാരി മോശാരി കരുവാൻ തട്ടാൻ അവർ പോലും പൂണൂലിടും, സ്ത്രീകൾ പൂണൂലിടും. ഇങ്ങനെ ഇവരൊക്കെ ഇവരുടെ എല്ലാം ധർമ്മ സംരക്ഷണം, ജ്ഞാന സംരക്ഷണം, എൻ്റെ ഭക്തന്മാരുടെ സംരക്ഷണം, ഇതൊക്കെ ഭഗവാൻ ഉറപ്പ് കൊടുത്ത ഒരു ദിവസമായതുകൊണ്ടാണ് ഇതെല്ലാം ഈ ഗോവിന്ദപുരത്തപ്പൻ തരുന്നുണ്ട് എന്നുള്ളതാണ്. കുട്ടികൾക്കും ജ്ഞാനത്തിന് വേണ്ടി, അതാണ് അവർ പറഞ്ഞ ജ്ഞാനം, ധർമ്മം, സംരക്ഷണം, സ്ത്രീകൾക്കൊക്കെ നല്ല സംരക്ഷണം, ഒക്കെ എല്ലാം ഭഗവാന്റെ രക്ഷ അത് തരുന്ന ദേവനായിട്ടാണ് ഈ ഗ്രാമദേവനായിട്ടുള്ള ഗ്രാമക്ഷേത്രത്തിലെ ഗുരുവായൂരപ്പൻ്റെ തന്നെ രൂപമായിട്ടുള്ള ഈ ഗോവിന്ദപുരത്തപ്പൻ അവിടെ ഇരിക്കുന്നത്. ഇതുകൊണ്ട് നമ്മൾ ഇവിടെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇപ്പോൾ ഈ കുട്ടികൾക്ക് ഇങ്ങനെ ഒരു സംഗതി തോന്നിയത്, അവിടെ ഒരു ധ്വജപ്രതിഷ്ഠാധർമ്മം ചെയ്യണം എന്ന് കുട്ടികൾക്ക് തോന്നിയത് ആ ഭഗവാന്റെ കാരുണ്യമാണ്. ഭഗവാൻ നിങ്ങളെ രക്ഷിക്കാനുള്ള ഒരു നിമിത്തമായിട്ട് നിങ്ങളെ കൊണ്ട് തോന്നിച്ചതാണ് എന്ന് ഞാൻ പറയുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ നന്മകളും വരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഞാൻ വേറെ ഒന്നും അധികം പറയുന്നില്ല, കാരണം എനിക്ക് അധികം സംസാരിക്കാൻ വയ്യ. വെച്ചാൽ അസുഖങ്ങളുണ്ടല്ലോ ഇപ്പോൾ പ്രായത്തിൻ്റെ, എനിക്ക് 79 വയസ്സായി, പ്രായത്തിൻ്റെ അസുഖമുണ്ട്. എന്നാലും ഇതിൻ്റെ കൂടെ ഞാനൊരു വളരെ കുട്ടിക്കാലത്ത് എഴുതിയ ഒരു കവിത ഉണ്ട്. എൻ്റെ പുന്നയൂർക്കുളം ഭജൻസ് എന്ന് പറഞ്ഞിട്ട് പുന്നയൂർക്കുളത്തുള്ള എല്ലാ ക്ഷേത്രത്തിലും ദേവീദേവന്മാരെ പറ്റി ഞാനൊരു ഭജൻസൊക്കെ എഴുതിയിട്ടുണ്ട്. അത് പണ്ട് എഴുതിയിട്ടുള്ളതാണ്. അതിൽ ഇന്നൊരുത്തൻ അപ്പനെ പറ്റിയിട്ടുള്ള ഒരു ഭജൻ ഞാനിപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ ഈ കുട്ടിക്ക് അയച്ചു തരാം, ശ്യാം ശങ്കറിനെ അയച്ചു തരാം. അത് എൻ്റെ ഒരു സമാധാനത്തിന്, സന്തോഷത്തിന്, അത് ഈ ദിവസം ഒന്ന് എവിടെയെങ്കിലും എല്ലാവരും കേൾക്കുന്ന രീതിയിൽ ഒന്ന് അതിൽ ഒരു വരി അത് ഞാൻ കോതൈ പിറന്ന ഊർ ഗോവിന്ദൻ ഇരുന്ന ഒന്ന്, അത് ശരിക്കും ആണ്ടാൾ പാടിയിട്ടുള്ളതാണ് രംഗനാഥനെ കുറിച്ച്.
അതിനെ ഞാനിവിടെ ഗോവിന്ദൻ പിറന്തവൂർ, കോതൈ പിറന്തവൂർ എന്നുള്ളത് ശരിക്കും സുവർണ പിറന്തവൂർ എന്നാണ് ഞാൻ എഴുതേണ്ടത്. പക്ഷേ അത് ഞാൻ അതിൽ അതേ ആണ്ടാൾ എഴുതിയ പോലെ തന്നെ എടുത്ത് എഴുതിയിട്ടുള്ളത്. ഞാൻ ജനിച്ച ദേശം, എൻ്റെ ഗോവിന്ദപുരത്തിരിക്കുന്ന എൻ്റെ ഗോവിന്ദൻ അവിടെ ഇരിക്കുന്ന ദേശം, എനിക്ക് ഏറ്റവും എൻ്റെ ആത്മാവിനോട് അടുത്ത് നിൽക്കുന്ന മഹാവിഷ്ണു ഇരിക്കുന്ന ദേശം, ഗുരുവായൂരപ്പൻ, ഗോവിന്ദപുരത്തപ്പനൊക്കെ ഇരിക്കുന്ന ദേശം, ആത്മസമർപ്പണത്തോടു കൂടി ഞാൻ എഴുതിയിട്ടുള്ള, കുട്ടിക്കാലത്ത് എഴുതിയതാണ് ആ പുന്നയൂർക്കുളം ഭജൻസ്. അതും ഞാൻ ഇതിൻ്റെ കൂടെ അയച്ചു തരുന്നു. എല്ലാവർക്കും എല്ലാ കാലത്തും ഭഗവാന്റെ സംരക്ഷണം ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ വാക്ക് ഉപസംഹരിക്കുന്നു.